ചില സ്നേഹം പറഞ്ഞവരെ ഇന്നത്തെ ലേഖന ഭാഗത്തില് പൗലോസ്ലിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലുള്ള വായനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ശൂന്യവൽക്കരണത്തിന്റെ സുവിശേഷം നമ്മൾ വായിക്കുകയാണ്. ഈശോയെ കുറിച്ചുള്ള ആ വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ പൗലോസ്ലിയ നമ്മളോട് പറയുകയാണ്. ഇന്നത്തെ ലേഖന ഭാഗം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഈശോ മിശിഹായ്ക്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ. അവൻ ദൈവമായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഏറ്റവും എളിയവനായിട്ട് കാണപ്പെട്ടു. അതുകൊണ്ട് ദൈവം അവനെ എല്ലാവരെക്കാളും ഉപരിയായിട്ട് ഉയർത്തി എല്ലാറ്റിനുപരിയായ ഒരു നാമം അവന് നൽകുകയും ചെയ്തു എന്ന് പൗലോസ്ലിയ നമ്മളോട് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ചിന്തിക്കേണ്ടത് എളിമ എന്ന് പറയുന്ന ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അടുത്ത് വായിച്ച ഒരു പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കണ്ടു. അതായത് നിങ്ങളിൽ ഏതൊരു കഴിവാണോ ഏറ്റവും കൂടുതലുള്ളത് അതിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എളിമയൊക്കെ ശീലിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഴിവ് ഏത് മേഖലയിലാണോ ഉള്ളത്, ഞാൻ സംസാരിക്കുമ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഏറ്റവും കുറവ് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വചനത്തിലൂടെ യേശു ക്രിസ്തുവിലുള്ള ഈ മനോഭാവത്തെ പറ്റി പൗലോസ്ലിയ നമ്മളോട് പറയുന്നുണ്ട്. ക്രിസ്തുവിലുണ്ടായിരുന്ന എളിമ എന്നുള്ള ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വളർത്തുന്നതിനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്